Morning all. Yesterday or in our last class we were discussing the activities in the story The Village Puram. Today we are moving our next activity in page number 126, activity 2. Let's listen that. Look at these underlined words in the following expressions. The call of the wonders, കച്ചവടക്കാരുടെ വിളി, the beat of the drums, the stamp of the feet, the gate creaks open. What do these words refer to? What do these words what did you understand from these words? What are the other sounds that you are familiar with? Make a list of such sounds. അതായത് ഇതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ശബ്ദങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ്. Read a village Puram once again and find out the words that refer to a sound. അതായത് ശബ്ദവുമായി ബന്ധപ്പെട്ട വാക്കുകൾ കണ്ടെത്തിയിട്ട് എഴുതാൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യുക. അതുപോലെ തന്നെ ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഫ്രം ദി ഡിക്ഷണറി ആൻഡ് ഫിൽ ഇൻ ദി ബോക്സസ്. താഴെ കൊടുത്ത ബോക്സിൽ കുറേ വേർഡ്സ് ഉണ്ട്. ക്രീക്ക്, റസിൽ, രണ്ടെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ജിങ്കിൾ, സ്പ്ലാഷ്, ക്ലിക്ക്, റാറ്റിൽ, സ്ക്യൂക്ക്, ബാങ്, വിസിൽ, ക്രാഷ്, ഡ്രിപ്പ്, സ്ക്രീച്ച്, ട്രിക്ക്, ടിക്ക് തുടങ്ങിയ ധാരാളം വേർഡ്സ് ഉണ്ട്. ഈ വാക്കുകളുടെ മീനിങ് നിങ്ങളൊരു ഡിക്ഷണറിയുടെ സഹായത്തോടെ കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ഇസ് ആൾസോ വൺ ആക്ടിവിറ്റി ഫോർ യു. റീഡ് ദി ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി ദി വുഡൻ കപ്പ്. ദി വുഡൻ കപ്പ് എന്ന കഥയിലെ താഴെ കൊടുത്ത സെൻറ്റൻസ് ആണ്. സഡൻലി ദി ചൈൽഡ് വെൻറ്റ് over to the fireplace where his mother had swept the pieces of cup. Sweeping is an everyday action. അല്ലേ? സ്വീപ്പിംഗ് നമ്മൾ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. What are some of the everyday actions that you do? നിങ്ങൾ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണ്? ലിസ്റ്റ് ദം. അവയുടെ ലിസ്റ്റ് തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾ എന്നും ചെയ്യുന്ന പ്രവൃത്തികൾ എന്താ വെച്ചാൽ അവയുടെ ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ ഉദാഹരണം വാഷ് ക്ലോത്ത്സ്, ബ്രഷ് യുവർ ടീത്ത് എക്സെട്ര. നിങ്ങൾ എന്നും എവരിഡേ നിങ്ങൾ പതിവായി ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി ഫോർത്ത് ആക്ടിവിറ്റി, ഇമാജിൻ ദാറ്റ് യുവർ മദർ ഗോസ് ഔട്ട് വെൻ യു ആർ നോട്ട് അറ്റ് ഹോം. നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് അമ്മ പുറത്തു പോവുകയാണ്. ഷീ ലീവ്സ് ദി ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ഫോർ യു. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ചൂസിങ് ദി അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദി ബോക്സ്. ബോക്സിൽ നിന്ന് ശരിയായത് ഈ അമ്മ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ച ഒരു ലെറ്ററാണ്, ഒരു ഇൻസ്ട്രക്ഷനാണ്. അത് എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ടും പൂരിപ്പിച്ചിട്ടില്ല. അത് ഈ മുകളിലെ ഈ ബോക്സിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ആയ വേർഡ്സ് വെച്ചിട്ട് യോജിച്ച വാക്കുകൾ വെച്ച് പൂരിപ്പിക്കാനാണ്. ഡിയർ സൺ, ഡോട്ടർ, പ്രിയപ്പെട്ട മകൻ അല്ലെങ്കിൽ മകൾ. ഐ ആം ഗോയിങ് ഔട്ട് ആൻഡ് വിൽ ബി ബാക്ക് ഓൺലി ഇൻ ദി ഈവനിങ്. ഞാൻ പുറത്തു പോവാണ്, വൈകുന്നേരമേ വരുള്ളൂ. ഹിയർ ആർ ദി ജോബ്സ് ഫോർ ദി ഡേ. ഇന്ന് നിനക്കുള്ള ജോലി ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ഡേഷ് ദി ഫ്ലോർസ്. ഫ്ലോർ എന്ത് ചെയ്യാനായിരിക്കും പറയാം? ഫ്ലോറ് സ്ക്രബ് ആയിരിക്കും. സ്ക്രബ് ദി ഫ്ലോർസ്. സ്ക്രബ് ദി ഫ്ലോർസ്. ദെൻ ഡേഷ് ദി കാർപ്പറ്റ്. കാർപ്പറ്റ് എന്ത് ചെയ്യാനായിരിക്കും? ബീറ്റ്, അടിച്ച് കഴുകാൻ കാർപ്പറ്റ്. ബീറ്റ് ദി കാർപ്പറ്റ്സ്. ഫർണിച്ചർ എന്ത് ചെയ്യാനായിരിക്കും? പൊടി തട്ടാനായിരിക്കും. അപ്പോൾ എന്താ അവിടെ ഉപയോഗിക്കുക? ഡസ്റ്റ്. ഡസ്റ്റ് ദി ഫർണിച്ചർ. മേക്ക് ദി ബെഡ്സ്. ചേഞ്ച് ദി ഷീറ്റ്സ്. ഷീറ്റ് മാറ്റുക. ചേഞ്ച് ദി ഷീറ്റ്സ്. ടൈഡി ദി ഹൗസ്. വീട് വൃത്തിയാക്കുക. എംറ്റി ദി റബ്ബിഷ്. അത് വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയുക, എംറ്റി ആക്കുക. കുക്ക് ദി സപ്പർ. ഭക്ഷണം പാകം ചെയ്യുക. വാഷ് ദി ലോണ്ട്രി. അലക്കാനുള്ളതൊക്കെ അലക്കുക. ആൻഡ് ക്ലീൻ ഔട്ട് ദി ഫയർ പ്ലേസ്. അടുപ്പിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ ചെയ്തപ്പോൾ അത് അതേപോലെ എഴുതി വെച്ചാൽ മതി. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ഡു ദാറ്റ്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി, യു ഹാവ് ടു പോംസ് ദർ. ഫോഗ് ദ ഈഗിൾ. ആ കവിതകൾ വായിച്ചു നോക്കുക. അതിൽ സേ വാട്ട് ദി ഫോഗ്, ദി ഈഗിൾ ആൻഡ് ദി സീ ഡു. അതായത് ഫോഗ് എന്താണ്? മഞ്ഞ്, മൂടൽ മഞ്ഞ്. മഞ്ഞ് എന്ത് ചെയ്യുന്നു? ഈഗിൾ എന്ത് ചെയ്യുന്നു? സീ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് കവിത വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് എഴുതുക. അതുപോലെ തന്നെ വാട്ട് ഡു ദി ഫോളോയിങ് വേർഡ്സ് സജസ്റ്റ്? കംസ്, സിറ്റ്സ്,
മൂവ്സ്, ക്ലാസ്പ്, ക്രൗൾസ്, ഫോൾസ്, വാച്ചസ്. ഇതൊക്കെ ഈ വേർഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സിംഗുലർ ഫോമുകളാണ് അല്ലേ? നമുക്ക് നോക്കാം. ദേ സജസ്റ്റ് ദി ജനറൽ നാച്ചർ ഓർ ഹാബിറ്റ്സ് ഓഫ് തിങ്സ്, പീപ്പിൾ ഇൻ ദെയർ മൂവ്മെൻറ്റ്. ദി വേർഡ്സ് ആർ ഇൻ ദി സിമ്പിൾ പ്രസൻറ്റ് ഫോം. സിമ്പിൾ പ്രസൻറ്റ് ഫോമിലുള്ള വേർഡ്സ് ആണ്, വെർബുകളാണ് ഇവയെല്ലാം. ഒക്കെ താഴെ നമ്മൾ ആ സെൻറ്റൻസുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നൗ റീഡ് ദി ഫോളോയിങ് പാസേജ്. താഴെ കൊടുത്ത പാസേജ് വായിക്കാനാണ് പറയുന്നത്. ദി സൺ റൈസസ് വെരി ലേറ്റ് ഇൻ ദിസ് പാർട്ട്. സൺ റൈസസ്, സൂര്യൻ ഉദിക്കുന്നു. വെരി ലേറ്റ് ഇൻ ദിസ് പാർട്ട്, ഈ ഭാഗത്ത് സൂര്യൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഉദിക്കാറ്. പീപ്പിൾ വേക്കപ്പ് വെരി ലേറ്റ്, ആളുകൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഉണരാറ്. മൈ നെക്സ്റ്റ് ഡോർ നെയ്ബർ വേക്സ് അപ്പ് വെരി ഏർലി, പക്ഷേ എൻ്റെ അടുത്ത താമസിക്കുന്ന നെയ്ബർ വളരെ നേരത്തെ എണീക്കും. യൂഷ്വലി ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM. Then he goes to the news agents and buys the morning paper. Then he goes to the cafe, orders a cup of black coffee and reads the paper. After that he goes for a walk round the park and then returns home. Very simple സെൻറ്റൻസുകളാണ്, പാരഗ്രാഫാണ്. ഇനി ഇവിടെ നമ്മുടെ ഫൈൻഡിങ്സ് എന്താണ്? വി യൂസ് വേക്ക് വെൻ ദി സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ. നമ്മൾ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? വേക്ക്, അതായത് ബേസ് ഫോമാണ് വേക്ക്. അതിൻ്റെ ആ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ. ആൻഡ് വേക്സ് വെൻ ദി സബ്ജക്റ്റ് ഈസ് സിംഗുലർ. അത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, വാട്ട് ഈസ് സബ്ജക്റ്റ്? കർത്താവ് എന്ന് പറയും, പ്രവൃത്തി ചെയ്യുന്ന ആൾ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ യെസ് കൂടെ ചേർക്കും പ്രസൻറ്റ് ടെൻസിൽ. ഇപ്പോൾ വേക്ക്, വേക്സ്. ഒരാളാണെങ്കിൽ നമ്മൾ വേക്സ് എന്ന് ഉപയോഗിക്കും. ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? വേക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ. റീറൈറ്റ് പാസേജ് 1 യൂസിങ് ദി പ്ലൂരൽ ഫോം ഇൻ പ്ലേസ് ഓഫ് നെയ്ബർ ആൻഡ് ദേ. ഇൻ പ്ലേസ് ഓഫ് ഹി മേക്ക് നെസറി ചേഞ്ചസ് ഇൻ ദി വെർബ് ഫോം. അപ്പോൾ ഇവയുടെ പ്ലൂരൽ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണം, ദി സൺ റൈസസ് വെരി ലേറ്റ് ഇൻ this part. People wake up very late. My next door neighbor എന്നത് നെയ്ബേഴ്സ് ആക്കിയാൽ എന്തായിരിക്കും? അവിടെ വേക്സ് മാറി എന്താവും? വേക്ക് ആകും. ഹി മാറി ദേ ആക്കിയാലോ? ദേ ഗെറ്റ് അപ്പ് ബിഫോർ 6 AM. ഗെറ്റ്സ് എന്നുള്ളത് ഗെറ്റ് ആവും. അങ്ങനെ ഹീയുടെ സ്ഥാനത്ത് ദേയും നെയ്ബറിൻ്റെ സ്ഥാനത്ത് നെയ്ബേഴ്സും ഒക്കെ ആക്കിയിട്ട് എഴുതുക. അപ്പോൾ സിംഗുലർ ഉള്ളത് പ്ലൂരൽ ആക്കിയിട്ട് തയ്യാറാക്കുക. അപ്പോൾ യെസ് ഫോം വേണ്ടി വരില്ല. ഓക്കെ. സ്റ്റഡി സെൻറ്റൻസസ് ഗിവൺ. സ്റ്റഡി ദി സെൻറ്റൻസസ് ഗിവൺ ഇൻ പാസേജ് 1 again and say whether they express habit or general truths. Writes habits or general truths in column B. അപ്പോൾ ഈ കോളം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Add more sentences in column A and answers comment in column B. The sun rises late in this part. ഈ ഭാഗത്ത് സൂര്യൻ വളരെ വൈകിയാണ് ഉദിക്കാറ്. ഇതെന്താണ്? ഇതൊരു ഹാബിറ്റാണോ? അല്ല, ഇതൊരു ജനറൽ ട്രൂത്താണ്, ഒരു സത്യമാണ്. അതേപോലെ പീപ്പിൾ വേക്കപ്പ് ലേറ്റ്, ആളുകൾ വൈകിയാണ് ഉണരാറ് എന്നുള്ളത് ജനറൽ ട്രൂത്താണോ? അല്ല, അതൊരു ഹാബിറ്റാണ്, ഒരു സ്വഭാവമാണ്. അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലർക്കുള്ള സ്വഭാവമാണ്. അപ്പോൾ അത് അവിടെ ഹാബിറ്റ് എന്ന് എഴുതാം. ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM. അവൻ 6 മണിയുടെ മുന്നേ എണീക്കുന്നു. അതെന്താണ്? ഹാബിറ്റാണ്. അങ്ങനെ ഹാബിറ്റ് ഏതാണോ? പീപ്പിൾ വേക്കപ്പ് ലേറ്റ് എന്നത് എന്താണ്? ഹാബിറ്റായിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഇതിൽ നോക്കുകയാണെങ്കിൽ അത് ജനറൽ ട്രൂത്താണ് ഈ പാസേജ് അടിസ്ഥാനത്തിൽ. പക്ഷേ അപ്പോൾ ഹാബിറ്റ് ഏതാണ്, ജനറൽ ട്രൂത്ത് ഏതാണ്, ഇനിയും പോയിന്റ്സ് എഴുതിയിട്ട് നിങ്ങൾ കണ്ടെത്തുക. ഹിയർ ഈസ് എ ലേഡി ഹു ടോക്സ് അബൌട്ട് സം ഓഫ് ഹർ ഹാബിറ്റ്സ്. ഇവിടെ ഒരു സ്ത്രീ അവരുടെ ചില ഹാബിറ്റുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ്? ഐ നെവർ വിയർ ചുരിദാർ. ഐ ഓൾവേസ് യൂസ് മേക്കപ്പ് വെൻ ഐ ഗോ ഔട്ട്. ഐ വിയർ എ ഹാറ്റ് വെൻ ഇറ്റ് ഈസ് കോൾഡ്. I wear gloves only when I wash dishes. I usually wear glasses while driving and while watching television.
ഐ ഡോണ്ട് വിയർ ജീൻസ് വെരി ഓഫൺ. ഒക്കെ മനസ്സിലായല്ലോ? യെസ്, അവരുടെ സ്വഭാവം അവർ പറയാണ്. ഇനി ഫൈൻഡ് ഔട്ട് വേർബ്സ് ഇൻ ദി സിമ്പിൾ പ്രസൻറ്റ്, ലിസ്റ്റ് ദം. അപ്പോൾ ഇതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന വെർബ് കണ്ടെത്താൻ ഏതൊക്കെയാണ്? വിയർ, യൂസ്, ഗോ, വാഷ് തുടങ്ങിയവയാണ് ഇതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന വേർഡ്സ്. അതിവിടെ എഴുതുക. യു മേ ഹാവ് നോട്ടഡ് ദാറ്റ് ദി വേർഡ്സ് ഓൾവേസ്, നെവർ, യൂഷ്വലി എക്സെട്ര ഹെൽപ്പ് us to know that the actions are regular or habitual. അത് നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ സെൻറ്റൻസിൽ കാണുന്ന പ്രവൃത്തി റെഗുലർ ആണോ, സ്ഥിരമായിട്ടുള്ളതാണോ, അതോ സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ഹാബിച്വൽ ആയിട്ടുള്ളതാണോ എന്നൊക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഓൾവേസ്, നെവർ, യൂഷ്വലി തുടങ്ങിയ വാക്കുകൾ. സച്ച് വേർഡ്സ് ആർ കാൾഡ് അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. അത്തരം വാക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. The other words of such category are sometimes, generally, occasionally, often, hardly, even, ever, once a week, once a year തുടങ്ങിയവയൊക്കെ അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസിയിൽ ഉൾപ്പെടുത്താവുന്ന വാക്കുകളാണ്. ഒരു സെൻറ്റൻസ് റെഗുലർ ആണോ, അത് സ്ഥിരമായി സംഭവിക്കുന്നതാണോ എന്ന് കാണിക്കാനാണ്. സ്ഥിരമായി ഉണ്ടാവുന്ന സെൻറ്റൻസുകളാണെങ്കിൽ, സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ അത് കാണിക്കാൻ ഈ ആൾവേസും നെവറൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റീഡ് പാസേജ് 1 once again. You have read the daily routine of the neighbor. Now can you say what he did yesterday? Rewrite the passage. He got up. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് ടെൻസിലായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. ഇനി അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആക്കുക, അത്രേ ഉള്ളൂ. ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് 6 AM എന്നുള്ള എന്തായി? ഹി ഗോട്ട് അപ്പ് ആയി, അവൻ എണീറ്റു. ദെൻ ഹി വെൻറ്റ് ടു ദി ന്യൂസ് ഏജൻറ്റ്സ് ആൻഡ് ബോട്ട് ദി മോർണിംഗ് പേപ്പർ. ന്യൂസ് ഏജൻറ്റിൻ്റെ അടുത്തേക്ക് പോയി. ഗോസ് എന്നുള്ളത് ഹി ഗോസ് ടു ദി ന്യൂസ് ഏജൻറ്റ് എന്നുള്ളത് എന്തായി? ഹി വെൻറ്റ് ടു ആയി. അപ്പോൾ പ്രസൻറ്റ് പാസ്റ്റായി എഴുതി. നൗ റീഡ് ദി ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി സ്റ്റോറി, ദി വുഡൻ കപ്പ് അഗെയിൻ. എന്നിട്ടോ ദി സെൻറ്റൻസസ് റെഫർ ടു സം ഹാബിറ്റ്സ് ദാറ്റ് they had in the past. The simple past form is used here. The sentence, Robertino loved his grandfather very much. They spent much time together. Robertino loved to sit on his grandfather's knee. അതൊക്കെ പാസ്റ്റ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലത്തിൽ എഴുതിയ സെൻറ്റൻസുകളാണ്. അതായത് റോബർട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. റോബർട്ടിനോക്ക് തൻ്റെ ഗ്രാൻഡ് ഫാദർ വളരെയധികം ഇഷ്ടമായിരുന്നു, വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ദേ സ്പെൻഡ് മച്ച് ടൈം ടുഗദർ. അവർ ധാരാളം സമയം ഒരുമിച്ച് ചെലവഴിച്ചിരുന്നു. ഇങ്ങനെയാണ് ആ സെൻറ്റൻസുകൾ. ചെലവഴിക്കുന്നു എന്നല്ല, ചെലവഴിച്ചിരുന്നു. ഓക്കെ. റീഡ് അനദർ പാസേജ് ഫ്രം ദി സെയിം സ്റ്റോറി. One night at dinner, grandfather lifted his cup to drink his coffee, but his poor old hands shook so much that the coffee spilled on the clean white tablecloths. ഇതിൽ ലിഫ്റ്റഡ്, ഷൂക്ക്, സ്പിൽഡ് ഇതൊക്കെ പാസ്റ്റ് ടെൻസിലുള്ളതാണ്. Look at the words underlined. Do they suggest past habits? These words do not refer to past habits. ഇത് പാസ്റ്റ് ഹാബിറ്റ് അല്ല, സ്ഥിരമായി നടക്കുന്ന സംഭവമല്ല. പക്ഷേ എന്താണ്? ബട്ട് ഷോ വാട്ട് ഹാപ്പൻഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് പാസ്റ്റിൽ ഒരു പ്രത്യേക സമയത്ത് നടന്ന ഒരു സംഭവമാണത്. എന്ത്? ഗ്രാൻഡ് ഫാദർ ലിഫ്റ്റഡ് ഹിസ് കപ്പ് ഓഫ് കോഫി ടു ഡ്രിങ്ക് ഹിസ് കോഫി. കപ്പ് ഉയർത്തി. അതൊരു പർട്ടിക്കുലർ ടൈമിൽ നടന്ന സംഭവമാണ്. Pick out from the story the wooden cup, the verbs that show habits and the verbs that show the things that happened at a specific point of time. അത് പാസ്റ്റിൽ ഹാബിറ്റായി നടന്നതും ഒരു പ്രത്യേക സമയത്ത് നടന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് എഴുതാൻ. ഉദാഹരണം, പാസ്റ്റ് ഹാബിറ്റ്, റോബർട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ എന്നുള്ളതൊരു ഹാബിറ്റാണ്, സ്ഥിരമായിട്ട് പണ്ട് സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നതാണ്. അതേസമയം ദി കപ്പ് ബ്രോക്ക്, കപ്പ് പൊട്ടി എന്നുള്ളത് ഒരു പർട്ടിക്കുലർ സമയത്ത് നടന്ന കാര്യമാണ്. ഇതേപോലെ ആ പാഠഭാഗത്തു നിന്ന് കുറച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് എഴുതുക. ദേ സ്പെൻഡ് മച്ച് ടൈം ടുഗദർ എന്നുള്ളത് എന്താണ്? അത് ഹാബിറ്റാണ്, സ്ഥിരമായിട്ട് അവർ ചെയ്തിരുന്നതാണ്. അതേപോലെ തന്നെ കോഫി സ്പിൽഡ് ഓൺ ദി ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത്സ്, അതൊരു പർട്ടിക്കുലർ ടൈമിൽ നടന്നതാണ്. ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിൽ കാണാനുള്ളത് റെഗുലർ വെർബ്സും ഇറഗുലർ വെർബ്സും ആണ്. Some verbs have d or ed or t in their past forms. ചില വാക്കുകളെ നമ്മൾ പാസ്റ്റ് ആക്കുന്നത് അതിൻ്റെ കൂടെ ഇഡിയോ ഡിയോ ടിയോ ഒക്കെ ചേർത്തിട്ടാണ്.
അത്തരം വാക്കുകളെ നമ്മൾ പറയാം റെഗുലർ വെർബ്സ് എന്നാണ്. എന്നാൽ ചില വാക്കുകൾ ഇങ്ങനെയൊന്നുമല്ല, വേറെ പല രീതിയിലുമാണ്, അത് ഡിഫറെൻറ്റ് വേസിലാണ്. ഈ ഇഡിയും ഡിയും ടിയും ഒന്നും ചേർക്കാതെ ആണ് ചില വാക്കുകളുടെ പാസ്റ്റ് ഫോം ചെയ്യുന്നത്. അത്തരം വാക്കുകളെ നമ്മൾ പറയാം ഇറഗുലർ വെർബ്സ് ആണ്. അപ്പോൾ റെഗുലർ വെർബ്സും ഇറഗുലർ വെർബ്സിനും ഉദാഹരണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ റെഗുലർ വെർബ്സിനൊരു ഉദാഹരണമാണ് വെയ്റ്റഡ്, ഇറഗുലർ വെർബിന് ഉദാഹരണമാണ് സ്റ്റുഡ്. വെയ്റ്റ്, വെയ്റ്റഡ് ഇ ഡി വെച്ചിട്ടാണ്. അതുപോലെ സ്റ്റാൻഡിൻ്റെ പാസ്റ്റാണ് സ്റ്റുഡ്, അത് ഇറഗുലർ വെർബാണ്. അതേപോലെ ഇ ഡി വെച്ചിട്ടുള്ളതും ഡി വെച്ചിട്ടുള്ളതും ടി വെച്ചിട്ടുള്ളതും റെഗുലർ വെർബിലും മറ്റുള്ളവ ഇറഗുലർ വെർബിലും എഴുതാൻ. ഇനി വേറൊരു ഉദാഹരണം റെഗുലർ വെർബിന് പറയൂ. ഇ ഡി വെച്ചിട്ടോ ടി വെച്ചിട്ടോ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം സ്റ്റാർട്ട്, സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സ്റ്റാർട്ടഡ്, അത് റെഗുലർ വെർബാണ്. അതേസമയം ഈറ്റ്, ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? എയ്റ്റ് ആണ്. ഈറ്റ് എയ്റ്റ് ആണ്, അത് ഇറഗുലറാണ്. അതുപോലെ ഇറഗുലറിന് വേറെ ഉദാഹരണമാണ് ഗോ, ഗോയുടെ പാസ്റ്റ് എന്താണ്? വെൻ്റ് ആണ്, അതും ഇറഗുലറാണ്. ഇങ്ങനെ റെഗുലർ വെർബ്സും ഇറഗുലർ വെർബ്സും കളക്ട് ചെയ്തിട്ട് ആ കോളത്തിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര എഴുതുക. ഓക്കെ, ഹിയർ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. The remaining parts we can discuss in our next class. Okay, thank you. You do all the activities. Don't hesitate to do activities. Okay, try to do all activities. Thank you.